ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 13 ബുധനാഴ്ചയാണ്. വിപണിയിൽ കനത്ത വിൽപ്പന സമ്മർദ്ദം തുടരുകയാണ്. റുപ്പി പുതിയ റെക്കോർഡ് ലോ ടച്ച് ചെയ്തു. കൂടാതെ ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇൻഫ്ലേഷൻ 13 മാസത്തെ ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറെ ആശങ്കയായിട്ട് തുടരുന്നത് ഓയിൽ പ്രൈസുകൾ തന്നെയാണ്. ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് ഓയിൽ പ്രൈസുകൾ ഏറെ ആഴ്ചകളായിട്ട് $100 മുകളിലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഇന്നലത്തെ നമ്മൾ പറഞ്ഞ ഒരു വാർത്തയുണ്ടായിരുന്നു. 2 ലക്ഷം കോടി രൂപ വരെയുള്ള നഷ്ടം ഈ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിൽ മാത്രം അവർക്ക് നഷ്ടസാധ്യതയുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഓയിൽ കമ്പനികൾക്ക് എത്ര കാലം ഇങ്ങനെ നഷ്ടം സഹിക്കാൻ കഴിയും? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഉടൻ തന്നെ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. ഇനി ഇന്നേ ദിവസത്തെ ചില കീ ഇവൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ക്യാബിനറ്റ് മീറ്റിംഗ് ഇന്ന് രാവിലെ 11 മണിക്ക് ആരംഭിക്കുകയാണ്. ഇൻ്റർനാഷണൽ എനർജി എക്സ്ചേഞ്ചിൻ്റെ ഓയിൽ റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ Q1 GDP ഡാറ്റ ഇന്നേ ദിവസം പുറത്തു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ്, സിപ്ല, HPCL തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് ഇന്നാണ് പുറത്തു വരുന്നത്. ഇതുകൂടാതെ ട്രംപിൻ്റെ ചൈനീസ് സന്ദർശനം നാളെയാണ് ആരംഭിക്കുന്നത്. അതും ഇന്ന് ഒരു കീ ഫോക്കസിലുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ടായിരിക്കുക. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കാൻ ആദ്യം ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ, ഗ്ലോബൽ മാർക്കറ്റുകളിൽ ആദ്യം ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കാം. ഏഷ്യ പസഫിക് വിപണികൾ ബുധനാഴ്ച താഴ്ന്ന നിലയിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ഉയർന്ന എണ്ണവിലയും മിഡിൽ ഈസ്റ്റ് സംഘർഷവും മൂലമുള്ള ആശങ്കയുമാണ് ഇന്നത്തെയും ഇടിവിൻ്റെ കാരണം. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.35% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റിലാണ് വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2% നഷ്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,453 എന്ന നിലയിൽ 30 പോയിൻറ്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 30 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യത കാണുന്നത്. US മാർക്കറ്റിലേക്ക് ചൊവ്വാഴ്ച US വിപണികൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ഏപ്രിലിലെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന പണപ്പെരുപ്പ ഡാറ്റ തന്നെയായിരുന്നു. ഇതിനു പുറമെയാണ് US ഇറാൻ വെടിനിർത്തൽ കരാർ അനിശ്ചിതമായി നീളുന്നത്. ഇത് നിക്ഷേപകരെ സംബന്ധിച്ച് ആശങ്കയുയർത്തുന്നുണ്ട്. ഇന്നലത്തെ ഇടിവിൻ്റെ മറ്റൊരു കാരണം കൂടിയായി ഇത്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ US നിന്നും CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. സാമ്പത്തിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം ഉപഭോക്തൃ പണപ്പെരുപ്പം അനലിസ്റ്റ് എസ്റ്റിമേറ്റിനേക്കാൾ ഉയർന്നിട്ടാണ് പുറത്തു വന്നിരുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്ന് ഹോർമസ് കടലെടുക്ക് അടച്ചതോടെ ക്രൂഡ് ഓയിൽ വിതരണത്തിലുണ്ടായ തടസ്സമാണ് ഇപ്പോഴത്തെ ഈ CPI ഇൻഫ്ലേഷൻ ഇത്രയധികം ഉയരാൻ കാരണമായത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ചുരുക്കി മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് വീഡിയോയ്ക്ക് പരമാവധി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം നഷ്ടം നേരിട്ടത് ഇന്നലെ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആയിരുന്നു. 5% ഇടിഞ്ഞു. കൂടാതെ ബാങ്കിങ് സൈഡിലേക്ക് വന്നാൽ ICICI ബാങ്ക് 1.2% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.6% ഇടിഞ്ഞത്. ഇൻഫോസിസും വിപ്രോയും പതിവ് പോലെ ഇടിയുക തന്നെയാണ്. ഇൻഫോസിസ് 2% ADRൽ ഇടിഞ്ഞത്. വിപ്രോ 1.84% ഇടിഞ്ഞു. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ച് അതിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് പറയുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇന്നലെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇന്നലെ ബ്രേക്ക് തന്ന സ്റ്റോക്കുകളും എല്ലാം നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അത് കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം നമുക്ക് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 5% ഇടിവ് ADRൽ ഉണ്ടാക്കിയതിൻ്റെ കാരണം നോക്കാം. അതായത് നെറ്റ് പ്രോഫിറ്റിൽ 86.2% വലിയ ഇടിവ് വന്നത് തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഇത്ര അധികം ഇടിയാൻ കാരണമായത്. റവന്യൂവിൽ 11.6% ഇടിവ് രേഖപ്പെടുത്തി. 7,516.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. നെറ്റ് പ്രോഫിറ്റിലും റവന്യൂവിലും വലിയ ഇടിവ് രേഖപ്പെടുത്തിയതാണ് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 5% ഇടിവ് ADRൽ വരുത്താൻ കാരണമായത്. മറ്റ് കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കാം. ടാറ്റ പവർ കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 4.5% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടാക്കിയത്. 995.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.8% ഇടിവ് വന്നിരിക്കുന്നു. 14,900 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്.
കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 17,095.9 കോടി രൂപയിലായിരുന്നു റവന്യൂ ഉണ്ടായിരുന്നത്. അടുത്തത് ടൊറൻറ്റ് പവറാണ്. പ്രോഫിറ്റിൽ 70% ഇടിവാണ് വന്നിരിക്കുന്നത്. 318.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കൂടാതെ റവന്യൂവിൽ 0.8% ഇടിവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 6,406.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി നസാറ ടെക്നോളജീസ് ആണ്. വലിയ ഒരു വർധനവ് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 14 മടങ്ങിൻ്റെ വർധനവ് രേഖപ്പെടുത്തി. 55.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വെറും 4.07 കോടി രൂപ മാത്രമായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇനി റവന്യൂവിൽ 23.5% ഇടിവും വന്നു. 397.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഫൈസർ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 39.6% ഇടിവാണ് ഇത്തവണ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വാർട്ടറിൽ 199.8 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 6.3% വർധനവ് വന്നു. 629.2 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു നല്ല പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് സാഗിലിറ്റി എന്ന കമ്പനി. പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 257.7 കോടി രൂപയാണ്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ 41.2% വർധനവുമാണ് വന്നിരിക്കുന്നത്. റവന്യൂവിൽ 29% വർധനവാണുള്ളത്. 2024.3 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് കൽപ്പതാരു പ്രൊജക്ട്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 14 മടങ്ങിൻ്റെ വർധനവ് വന്നിരിക്കുന്നു. 200.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും ശക്തമായിട്ടുള്ള ഒരു വർധനവ്. 183.8% വർധനവ്. 1,693.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ന്യൂലാൻഡ് ലബോറട്ടറീസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 8 മടങ്ങിൻ്റെ വർധനവ്. 212.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 136.4% വലിയ വർധനവാണ് വന്നിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ സിപ്ല, TVS ഹോൾഡിംഗ്സ്, TVS മോട്ടോർ കമ്പനി, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഓയിൽ ഇന്ത്യ, ബാലാജി അമിനീസ്, കെയർ റേറ്റിംഗ്സ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, DLF, ഇ-ക്ലർക്ക് സർവീസസ്, ഗ്ലാക്സോ സ്മിത്ത് ഫാർമസ്യൂട്ടിക്കൽസ്, JSW ഡ്യൂലക്സ്, കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ, LIC ഹൗസിംഗ് ഫിനാൻസ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, NLC ഇന്ത്യ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ശാരദ കെമിക്കൽസ്, സിഗ്നേച്ചർ ഗ്ലോബൽ, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ തുടങ്ങിയവയാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡെപ്തിൽ ട്രേഡിങ്ങിനെ കുറിച്ച്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നല്ലൊരു അവസരമുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ട്രേഡിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. F&O ട്രേഡിങ്ങിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ട്രാറ്റജി ബിൽഡിംഗ്, OI അനാലിസിസ് അടക്കമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ F&O സെഗ്മെൻറ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. കൂടാതെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, അങ്ങനെ ഇക്വിറ്റിയിലും ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുള്ള വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 1,959 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ വലിയ ബൈയിങ് ആണ് ഇന്നലെ നടത്തിയത്. 7,990 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ അവർ ബൈ ചെയ്തു. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.